എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 100 വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് കൊല്ലത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത്. ലോകത്തിലാദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ചത് ചൈനയാണ് ലോകത്തിലാദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ചത്. യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. UCC യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പദ്ധതി സ്നേഹാരാമം പദ്ധതിയാണ് 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പദ്ധതി. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ലാഹോറാണ്. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം പുഷ്പകാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചിലവഴിച്ച ദിവസങ്ങൾ 608 എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ച US വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? പെഗ്ഗി വിറ്റ്സൺ. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് പെഗ്ഗി വിറ്റ്സൺ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം 2025 ജനുവരി 19. 2025 ജനുവരി 19 ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ്റെ ഗോബ എന്ന നോവലിനാണ് പുരസ്കാരം. 2024 ഓടക്കുഴൽ അവാർഡ് ജേതാവ് കെ അരവിന്ദാക്ഷൻ. അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതി നെക്സ്കാർ 19 ആണ്. അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതി. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം മനു ഭാക്കറാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം. പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതി ഹാറ്റ്സ് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. ഹാറ്റ്സ് എന്ന പദ്ധതിയാണ് പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതി. ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ബിൽക്വിസ് മിർ ആണ്. ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത. നിപ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത് എവിടെയാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. UK ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് നിപ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത്. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിലിനാണ്. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി സ്പേസ് ടൂറിസ്റ്റ് ഗോപിചന്ദ് തോട്ടക്കുരയാണ് ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി സ്പേസ് ടൂറിസ്റ്റ്. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ഇന്ത്യൻ സിനിമയാണ് 2024 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട സിനിമ.
വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു IISc. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു ആണ് വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം. കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഉദയ് എക്സ്പ്രസ്. ഉദയ് എക്സ്പ്രസ് ആണ് കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ. ഇന്ത്യയിൽ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം പുതിയ പാമ്പൻ പാലം. പുതിയ പാമ്പൻ പാലമാണ് ഇന്ത്യയിൽ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം. ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ച പോർട്ടൽ ചക്ഷു പോർട്ടലാണ് ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ച പോർട്ടൽ. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ആർദ്രം പദ്ധതിയാണ് നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിൻ്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ആണ് ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിൻ്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജ. യുവിക്കോൾ എസ് വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ളതാണ്? കോളറ. യുവിക്കോൾ എസ് എന്ന വാക്സിൻ കോളറ എന്ന രോഗത്തിനെതിരെയുള്ളതാണ്. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനം കിർത്താഡ്സ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്സ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. കിർത്താഡ്സ് എന്ന സ്ഥാപനമാണ് കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനം. നിരാലംബരും നിർധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് അഗതിരഹിത കേരളം. നിരാലംബരും നിർധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അഗതിരഹിത കേരളം. ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ് ഷിപ്മെന്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ് ഷിപ്മെന്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ആശാ ശോഭനയാണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരം. ഇന്ത്യയിൽ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത്. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയാണ് ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ്. മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറിയത് കേരളമാണ് മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറിയത്. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനിയാണ് മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ആകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സിയാൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ആകുന്നത്. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി കരുത്ത് എന്ന പദ്ധതിയാണ് പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി.
സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത് ഏത്? പുല്ലമ്പാറ. പുല്ലമ്പാറ പഞ്ചായത്താണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത്. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ. ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതായിരുന്നു 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം. നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആതിര പ്രീത റാണി. ആതിര പ്രീത റാണിയാണ് നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വനിത. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജ് സുകുമാരൻ. ആടുജീവിതം എന്ന സിനിമയിലെ പ്രകടനത്തിന് പൃഥ്വിരാജ് സുകുമാരനാണ് 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തിടെ നാസയും ISROയും സഹകരിച്ച് നടത്തിയ ബഹിരാകാശ യാത്രയുടെ ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരായിരുന്നു? ശുഭാൻഷു ശുക്ല. ശുഭാൻഷു ശുക്ലയായിരുന്നു അടുത്തിടെ നാസയും ISROയും സഹകരിച്ച് നടത്തിയ ബഹിരാകാശ യാത്രയുടെ ഇന്ത്യൻ വിംഗ് കമാൻഡർ. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? താഴെ തുടുക്കി. സൈലന്റ് വാലിയിലെ താഴെ തുടുക്കിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെ? ബംഗളൂരു. ബംഗളൂരുവിലാണ് ഇന്ത്യയിൽ ആദ്യമായി മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത്. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസ് ആണ് പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയ ടീം. വിസ്ഡൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ ആണ് വിസ്ഡൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഇന്ത്യയിൽ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ ഇന്ദ്ര. ഇന്ദ്രയാണ് ഇന്ത്യയിൽ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ. കേരളത്തിലാദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം. തിരുവനന്തപുരത്തെ പാളയത്താണ് കേരളത്തിലാദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. മനുഷ്യരെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ദൗത്യം ആർട്ടമിസ്. ആർട്ടമിസ് ആണ് മനുഷ്യരെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യം. ഇന്ത്യയിൽ ആദ്യത്തെ സമർപ്പിത AI സർവകലാശാല ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സമർപ്പിത AI സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി അണ്ടർ വാട്ടർ മെട്രോ ആരംഭിക്കുന്ന നഗരം കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായി അണ്ടർ വാട്ടർ മെട്രോ ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? അഹമ്മദാബാദ്. അഹമ്മദാബാദിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത്. യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം സിറ്റി ഓഫ് ലിറ്ററേച്ചറായി പ്രഖ്യാപിച്ചത് കോഴിക്കോട്. യുനെസ്കോ ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരം സിറ്റി ഓഫ് ലിറ്ററേച്ചറായി പ്രഖ്യാപിച്ചത് കോഴിക്കോടിനെ. വിളർച്ച അനീമിയ മുക്ത കേരളത്തിനായി സംസ്ഥാനത്ത് ആരംഭിച്ച ക്യാമ്പയിൻ വിവ. വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. വിവ എന്ന ക്യാമ്പയിനാണ് വിളർച്ച മുക്ത കേരളത്തിനായി സംസ്ഥാനത്ത് ആരംഭിച്ച ക്യാമ്പയിൻ. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നതാണ് 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. ഇന്ത്യയിലെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് കന്യാകുമാരി. കന്യാകുമാരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത്. 2025 ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി നടന്നത് എവിടെ വെച്ച്? ബോൾഗാട്ടി. കൊച്ചിയിലെ
ബോൾഗാട്ടിയിൽ വെച്ചായിരുന്നു 2025 ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി നടന്നത്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇബ്ക ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇബ്ക ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആസ്ഥാനം. 2024 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഋഷഭ് ഷെട്ടി. കാന്താര എന്ന സിനിമയിലെ പ്രകടനത്തിന് ഋഷഭ് ഷെട്ടിക്കാണ് 2024 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പൗരന്മാരെ പ്രാപ്തരാക്കുന്നതിനായി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ECI വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്ലിക്കേഷൻ സി വിജിൽ. തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പൗരന്മാരെ പ്രാപ്തരാക്കുന്നതിനായി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്ലിക്കേഷനാണ് സി വിജിൽ. ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനാണ് ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം. സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാനൊരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം കേരള കലാമണ്ഡലമാണ് സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാനൊരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം. മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ച ആദ്യ കമ്പനി ന്യൂറാലിങ്ക് എന്ന കമ്പനിയാണ് മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ച ആദ്യ കമ്പനി. ഗ്രാമി പുരസ്കാര ചരിത്രത്തിൽ 4 തവണ മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ പോപ്പ് താരം ടൈലർ സ്വിഫ്റ്റ് ആണ് ഗ്രാമി പുരസ്കാര ചരിത്രത്തിൽ 4 തവണ മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം ആൽബം ഓഫ് ദി ഇയർ നേടുന്ന ആദ്യ പോപ്പ് താരം. മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥനാണ് മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. ചന്ദ്രോപരിതലത്തിലിറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ് ആണ് ചന്ദ്രോപരിതലത്തിലിറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം. രാജ്യത്തെ 2ാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് കുലശേഖരപട്ടണം, തൂത്തുക്കുടിയിലെ കുലശേഖരപട്ടണത്താണ് രാജ്യത്തെ 2ാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം യുവിക എന്ന പ്രോഗ്രാമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം സെല തുരങ്കം അരുണാചൽ പ്രദേശിലെ സെല തുരങ്കമാണ് ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ ഹൗറ മെട്രോ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ. രാജ്യത്തെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ആണ് രാജ്യത്തെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ബാലകേരളം പദ്ധതിയാണ് കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ മ്യൂസിയം സ്മൃതിവൻ ഭൂകമ്പ സ്മാരക മ്യൂസിയം. ഗുജറാത്തിലെ ഭുജിലുള്ള സ്മൃതിവൻ ഭൂകമ്പ സ്മാരക മ്യൂസിയമാണ് യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ മ്യൂസിയം. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലം ചെനാബ് റെയിൽ പാലം. ജമ്മു കാശ്മീരിലെ ചെനാബ് റെയിൽവേ പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലം.
ആസ്ട്രാസെനക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ കോവിഷീൽഡ്. കോവിഷീൽഡാണ് ആസ്ട്രാസെനക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ. രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മുംബൈ. മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി. പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ EP നാരായണ പെരുവണ്ണാൻ. EP നാരായണ പെരുവണ്ണാനാണ് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളുടെ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായുള്ള ഇന്ത്യയും ഓസ്ട്രേലിയയും ചേർന്നുള്ള സംരംഭം ഒപ്റ്റിമസ്. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളുടെ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള ഇന്ത്യ ഓസ്ട്രേലിയൻ സംരംഭമാണ് ഒപ്റ്റിമസ്. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം സങ്കൺ മ്യൂസിയം നിലവിൽ വരുന്നത് ഡൽഹി. ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സങ്കൺ മ്യൂസിയം, മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വരുന്നത്. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? 15 ദിവസം. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി 15 ദിവസമാണ്. പുതിയ ക്രിമിനൽ നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് പരമാവധി എത്ര വർഷത്തിനകം സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കും? 3 വർഷം. പുതിയ ക്രിമിനൽ നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് പരമാവധി 3 വർഷത്തിനകം സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കും. സ്റ്റേഷൻ പരിധി നോക്കാതെ ഏത് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനം സീറോ FIR സംവിധാനം. സീറോ FIR സംവിധാനമാണ് സ്റ്റേഷൻ പരിധി നോക്കാതെ ഏത് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനം. മെനിഞ്ചൈറ്റിസിനെതിരെ ആദ്യമായി MEN5CV എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം നൈജീരിയ. നൈജീരിയയാണ് മെനിഞ്ചൈറ്റിസിനെതിരെ ആദ്യമായി MEN5CV എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം. യൂണിസെഫിൻ്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതി ലിറ്റിൽ കൈറ്റ്സ്. യൂണിസെഫിൻ്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ്. ലോകത്ത് ആദ്യമായി കണ്ണാടിയിലൂടെ മാത്രം വായിക്കാൻ കഴിയുന്ന കണ്ണാടി നോവൽ അക്ഷരമുഖി, അദ്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ. ആറ്റൂർ സന്തോഷ് കുമാറിൻ്റെ രചനയായ അക്ഷരമുഖി അദ്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന നോവലാണ് ലോകത്ത് ആദ്യമായി കണ്ണാടിയിലൂടെ മാത്രം വായിക്കാൻ കഴിയുന്ന കണ്ണാടി നോവൽ. ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ് ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റ്. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് ആദ്യത്തെ സൂ കം സഫാരി പാർക്ക് ആരംഭിക്കുന്നത് തളിപ്പറമ്പ്. കണ്ണൂരിലെ തളിപ്പറമ്പിലാണ് മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് ആദ്യത്തെ സൂ കം സഫാരി പാർക്ക് ആരംഭിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച മാനസികാരോഗ്യ പദ്ധതി ജീവനി. ജീവനി പദ്ധതിയാണ് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച മാനസികാരോഗ്യ പദ്ധതി. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ് ഇക്യൂബാണ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് ആർക്കാണ്? നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമനാണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ്. 8 തവണ ആണ് ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് മൊറാർജി ദേശായിക്കാണ്. അദ്ദേഹം 10 തവണ ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ തവണ 8 തവണ തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമന്. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരാണ് മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ. കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി
ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. നാസ 2027 മെയ് മാസത്തിനുള്ളിൽ വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഇൻഫ്രാറെഡ് ബഹിരാകാശ ദൂരദർശിനി നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി. നാസ 2027 മെയ് മാസത്തിനുള്ളിൽ വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഇൻഫ്രാറെഡ് ബഹിരാകാശ ദൂരദർശിനിയാണ് നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ മലയാളി സോജൻ ജോസഫ്. സോജൻ ജോസഫാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗമായ ആദ്യ മലയാളി. 2024 പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്ര. സ്വർണ്ണ മെഡൽ നേടിയത് പാകിസ്ഥാൻ്റെ അർഷാദ് നദീമാണ്. 92.97 മീറ്റർ ദൂരമാണ് അദ്ദേഹം താണ്ടിയത്. നീരജ് ചോപ്ര 89.45 മീറ്റർ എന്ന ദൂരത്തോടെ 2024 പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡലാണ് നേടിയത്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കി മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയത് ഇന്ത്യ. സ്വർണ്ണ മെഡൽ നേടിയത് നെതർലാൻഡ്. ഇന്ത്യയാണ് 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കി മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയത്. സ്വർണ്ണ മെഡൽ നേടിയത് നെതർലാൻഡ്. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. കേരളമാണ് ലഞ്ച് ബെൽ എന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൻ ഹിഡാൻക്യോ എന്ന സംഘടനയാണ് 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.